ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ ആട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് ത്രില്ലിംഗ് ഒക്കെ വരുന്നുണ്ട്. അതായത് വിനായകൻ പതിയെ പതിയെ അച്ഛനോട് സത്യം തുറന്നു പറയും. പറ്റിപ്പോയതാണ് അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ മുഴുവൻ പറഞ്ഞു നിർത്തുന്നതിൻ്റെ മുമ്പ്, അതായത് നന്ദിനി പറഞ്ഞെടുത്ത കള്ളത്തരങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. അതിന് മുന്നേ തന്നെ മാഷിന് ഓൾറെഡി വിനായകനാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ വിനായകൻ തന്നെ ആ സത്യം തുറന്നു പറയുമ്പോൾ മാഷ് ദേഷ്യത്തിൽ ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളുകയാണ്. അച്ഛാ വാതിൽ തുറക്ക്, ക്ഷമയൊക്കെ വിനായകൻ ചോദിക്കുന്നുണ്ടെങ്കിലും മാഷ് അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു പ്രമോയുടെ ഭാഗമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വിനായകൻ പിറ്റേ ദിവസം രാവിലെയാണ് റൂമിലേക്ക് കയറുന്നത്. ചായയിട്ട് വന്ന് നോക്കുമ്പോൾ മാഷെ കാണുന്നില്ല. അവിടെ എല്ലാം നോക്കും, എവിടെയും കാണുന്നില്ല. വിനായകൻ ആകെ പേടിക്കൂട്ടോ. അപ്പോഴുണ്ടാവും നന്ദിനി വിളിക്കുന്നേ. നന്ദിനി വിളിക്കുമ്പോൾ നന്ദിനി ആദ്യം തന്നെ ചോദിക്കും, അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞോ? ആ പറഞ്ഞു, പക്ഷേ ഇപ്പൊ റൂമിൽ അച്ഛനെ കാണുന്നില്ല. ഇത് കേൾക്കുന്നതും നന്ദിനി അങ്ങ് ഷോക്കാവും. പിന്നെ നന്ദിനി ഈ വിവരം എല്ലാവരോടും പറയണേ. അമ്മേ, വിനായേട്ടൻ ചായയായിട്ട് വന്ന റൂമിൽ നോക്കുമ്പോൾ അച്ഛനെ കാണുന്നില്ല, ഫോണും എടുത്തിട്ടില്ല, അവിടെ ഒന്നും കാണുന്നില്ല അത്രേ. ഇത് കേൾക്കുന്നതും എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ടേ. പിന്നെ അങ്ങോട്ട് പോലീസ് വന്ന് ഇവരൊക്കെ ചോദ്യം ചെയ്യണേ. അപ്പോഴേക്ക് നന്ദിനി എടുത്തിയാടിയിട്ട് പറയും, ഇവർ അച്ഛനും മോനും തമ്മിൽ ചെറിയ പിണക്കുണ്ടായിരുന്നു, ഇന്നലെ അത് മാറിയത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നന്ദിനിയെ നോക്കും. ഇപ്പം അതെന്തിനെ എടുത്തിട്ട് എന്നറിയാത്ത പോലെ വേദയ്ക്ക് ഇങ്ങ് ദേഷ്യം വരുന്നുണ്ട്. കാരണം വിക്രമിനെ കുറ്റക്കാരനാക്കാനാണ് നന്ദിനി നോക്കുന്നത്. അങ്ങനെ പോലീസ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പറയും മോർച്ചറി കൂടി ഒന്ന് നോക്കണമെന്നേ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാവും. കമലമ്മ പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രവും കൂടി കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ശ്രീകാന്തിൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോയതാണോന്നും അറിയില്ല. അപ്പോൾ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്